കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് MSFൻ്റെ ജില്ലാ ഭാരവാഹിയായിരുന്ന കാസിമിൻ്റെ പേരിൽ വ്യാജമായി ഒരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് ഇടതുപക്ഷ നേതാക്കളും അണികളും വ്യാപകമായി പ്രചരിപ്പിച്ച കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒടുവിൽ കാസിം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് പോലീസ് കേസ് അന്വേഷണം നടത്തുകയും ഏറ്റവും ഒടുവിൽ പോലീസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ആരാണ് ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് ആദ്യമായി പുറത്തുവിട്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോലീസ് സമർപ്പിക്കുന്നുണ്ട്. പോലീസ് തന്നെ പറയുന്നത് റിബീഷ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകൻ, അദ്ദേഹം വടകര ബ്ലോക്ക് പ്രസിഡൻ്റാണ്, ഡിവൈഎഫ്ഐയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്ന് പോലീസ് തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. പക്ഷേ ഇന്നുവരെ, ഈ നിമിഷം വരെ റിബീഷിനെതിരായി ഒരു ചാർജ് FIRൽ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. 153A പ്രകാരം അദ്ദേഹം ഒരു കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു. മാത്രമല്ല കാസിമിൻ്റെ പേരിൽ നിർമ്മിച്ചത് വ്യാജമാണ്, അത് ഫോർജറിയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. എന്നാൽ ഈ നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ ഈ വകുപ്പുകൾ ചുമത്താൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഇത് വ്യാജമായി നിർമ്മിച്ചു എന്ന് മാത്രമല്ല, പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പോഴും പോലീസ് ബോധപൂർവം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, റിബീഷാണ് ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തത് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം മാത്രമാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ടല്ല, ഒരു MSFൻ്റെ ജില്ലാ ഭാരവാഹിയുടെ പേരിൽ ഒരു സ്ക്രീൻഷോട്ട് ആദ്യം ഉണ്ടാക്കുന്നു. ഈ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന വ്യക്തി റിബീഷിൻ്റെ നാട്ടുകാരനോ അയൽവാസിയോ ഒന്നുമല്ല, നേരത്തെ മുൻപരിചയമുള്ള ആളുമല്ല. മുഹമ്മദ് കാസിം തിരുവള്ളൂർ സ്വദേശിയാണ്, റിബീഷ് വടകര മുനിസിപ്പാലിറ്റിക്കാരനാണ്. അപ്പോൾ ഇവർ തമ്മിൽ അടുത്ത് പരിചയമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നാട്ടുകാരൊന്നുമല്ല. അപ്പോൾ ഈ കാസിമിൻ്റെ പേരിൽ എങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്നു? അപ്പോൾ അതാരാണ് ഉണ്ടാക്കിയത്? ആ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിക്കുന്നത് റിബീഷാണ്. പിന്നീടാണ് മറ്റു പേജുകളിലും മുൻ CPMൻ്റെ മുൻ MLA ആയ ലതികയുടെ ഫേസ്ബുക്ക് പേജിലടക്കം ഇത് വരുന്നത്. അപ്പോൾ ഈ ആസൂത്രണത്തെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നില്ല. തൽക്കാലം ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തെ അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് നിയമപരമായി മുന്നോട്ട് പോവുക മാത്രമല്ല, രാഷ്ട്രീയമായി അതിശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. ഇയാളൊരു അധ്യാപകനാണ്. ഈ റിബീഷ് ഒരു സ്കൂൾ അധ്യാപകനാണ്. ഒരു സ്കൂൾ അധ്യാപകനാണ് ഇത്തരത്തിൽ വർഗീയ വിഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണത്തിന് തുടക്കമിട്ടത്. മാത്രമല്ല, വടകരയിൽ CPM ഇതിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളുടെ ചുക്കാൻ പിടിച്ചതും ഈ റിബീഷാണ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടി, അതുപോലെ കാഫിർ പ്രയോഗത്തിനെതിരെ LDF നടത്തിയ റാലിക്കെതിരായിട്ട് LDF നടത്തിയ റാലിയുടെ സംഘാടകൻ, ഇതെല്ലാം ഈ റിബീഷാണ്. അപ്പോൾ റിബീഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ 153A പ്രകാരവും ഫോർജറിയുടെ വകുപ്പുകൾ ചുമത്തിയും കേസെടുക്കണമെന്നുള്ളതാണ് ഒന്നാമതായി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമതായി ഇതിൻ്റെ ഗൂഢാലോചന. കാരണം റിബീഷ് മാത്രം ചെയ്യുന്നൊരു പണിയല്ല. CPM നേതൃത്വത്തിൻ്റെ അറിവോടെ അവസാനത്തെ ഒരു കളി എന്ന നിലക്കാണ് ഇലക്ഷൻ്റെ തൊട്ട് തലേ ദിവസം ഈ പണിയെല്ലാം CPM ഒപ്പിച്ചത്. അപ്പോൾ ഏതൊക്കെ നേതാക്കളുടെ അറിവോടുകൂടിയാണ്, ആരുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്നതിനെ സംബന്ധിച്ചും പോലീസ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്.
അപ്പോൾ തലശ്ശേരിയിലെ ഒരു കുടുംബം ഇലക്ഷൻ സമയത്ത് ഒരു പാട്ടിറക്കി. ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇബ്ലീസിൻ്റെ പണിപ്പുരയിൽ പണിത്തിരക്കാണ്, മാനവ സൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ചെകുത്താൻ പണിയെടുക്കുന്നുണ്ട്. ഇതായിരുന്നു അവരുടെ വരികൾ. ആരാണ് ഇബ്ലീസ് എന്നും ആരാണ് മാനവ സൗഹാർദ്ദം തകർക്കുന്ന ചെകുത്താൻ്റെ പണിയെടുക്കുന്നത് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമായി. ഇനി ആ ചെകുത്താനും ഇബ്ലീസിനൊക്കെ ശിക്ഷ എന്താണ് എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തമാണ് കേരള പോലീസിനുള്ളത്. ആ പണി കേരള പോലീസ് നിർബന്ധമായും എടുക്കേണ്ടതുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച്, അതിൻ്റെ സുതാര്യതയെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആൾക്കെതിരെ 1 മണിക്കൂറിനുള്ളിലാണ് പോലീസ് കേസെടുത്തത്. കലാപമുണ്ടാക്കാൻ വേണ്ടി, ലഹള ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വയനാട്ടിലെ ഒരു യൂത്ത് ലീഗ് പ്രവർത്തകൻ, എറണാകുളത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, ഇവർക്കെല്ലാം എതിരെ കേസെടുക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം. മാത്രമല്ല, കാസിമിനെതിരെ കൊടുത്ത പരാതിയിൽ അദ്ദേഹത്തിനെതിരെ 153A പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോഴും റെഫർ ചെയ്തിട്ടില്ല. അദ്ദേഹം ഇതിനകത്ത് പ്രതിയല്ല എന്നൊക്കെ ഹൈക്കോടതിയിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ കേസ് റെഫർ ചെയ്തിട്ടില്ല. എന്നാൽ കാസിം കൊടുത്ത പരാതിയിൽ 153A ഇല്ല, ഫോർജറി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. മാത്രമല്ല, ആരാണ് പ്രതികൾ അതിപ്പോഴും അൺനോൺ ആണ്. അപ്പോൾ പോലീസ് കൃത്യമായ ഒരു ഒത്തുകളി, അത് പോലീസ് സ്വമേധയാ നടത്തുന്ന ഒരു താല്പര്യമാണ് എന്ന് ഞങ്ങളാരും വിചാരിക്കുന്നില്ല. കൃത്യമായ ഒരു ഡയറക്ഷനുണ്ട്. ഈ കേസ് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി എന്നൊരു ഡയറക്ഷനുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ കേസ് അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ കേസിൽ ആരൊക്കെയാണോ പ്രതികൾ, ഇതാരാണ് വ്യാജമായി നിർമ്മിച്ചത്, ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയത്, അത് ആരൊക്കെയാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള അവസാനത്തെ ശ്രമവും ഞങ്ങൾ നടത്തും. അത് നിയമപരമായി നടത്തും, രാഷ്ട്രീയമായി നടത്തും, ഒരു സംശയം വേണ്ട. കാരണം കേരളത്തെ വിഭജിക്കാൻ വേണ്ടി, ഒരു നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി, വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നത് മാത്രമല്ല, ഒരു നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് CPM നടത്തിയിട്ടുള്ളത്. ഈ ശ്രമത്തെ എന്ത് വില കൊടുത്തും ഞങ്ങൾ ചെറുക്കുക മാത്രമല്ല, ഇതിലെ പ്രതികളെ മുഴുവനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള അവസാനത്തെ പോരാട്ടവും നടത്തും എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ അവർ പറയട്ടെ, അവർക്ക് അറിവില്ല, അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് അവർ പറയണ്ടേ. ഇത് കണ്ട ആർക്കും മനസ്സിലാവില്ല. ഇങ്ങനൊരു ഇലക്ഷൻ്റെ തലേ ദിവസം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനൊരു കാഫിർ പ്രയോഗം UDF കേന്ദ്രങ്ങൾ നടത്തി, യൂത്ത് ലീഗ് നടത്തി എന്നൊരു പ്രചരണം നടത്തിയാൽ അതിൻ്റെ ഗുണം ആർക്കാ ലഭിക്കുക? അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ലേ? അത് ടീച്ചർ ഓൺ ചെയ്തല്ലോ, അത് CPM നേതൃത്വം ഓൺ ചെയ്തല്ലോ, അത് CPMൻ്റെ മുൻ MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ ഇത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ടീച്ചറുടെ കൂടി അറിവോടെയാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം CPM ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഹൈക്കോടതിയിൽ സമീപിക്കും. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള സംസാരങ്ങൾ. അപ്പോൾ നാട്ടിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ ആളുകളുടെ ഒരു വിലയിരുത്തലുണ്ടാവും. തീയുണ്ടെങ്കിൽ തീയുണ്ടെങ്കിൽ പുകയുണ്ടാവുമല്ലോ, പുകയുണ്ടെങ്കിൽ തീ ഉണ്ടാവുന്നല്ലോ എന്നൊരു വിലയിരുത്തലുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു CPM ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളിത് നിയമപരമായി പോരാട്ടം നടത്തി, ഹൈക്കോടതിയിൽ പോയി എന്ന് മാത്രമല്ല കൃത്യമായി അതിന് ഫോളോ അപ്പ് ചെയ്തു. കാസിം തന്നെ പരാതിക്കാരനായി വന്നു. CPM ഇങ്ങനെ ഒരു നിയമ പോരാട്ടം പ്രതീക്ഷിച്ചില്ല. രാഷ്ട്രീയമായ ചർച്ചകൾ മാത്രമാണ് CPM പ്രതീക്ഷിച്ചത്. അതിൻ്റെ ഗുണഭോക്താക്കളായി CPM വരും എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. കാരണം അവർക്ക് എങ്ങനെ ആടിനെ പട്ടിയാക്കാൻ കഴിയും എന്നുള്ളത് അവർക്കറിയാം. അതിന് കൃത്യമായ കടന്നൽ കൂട്ടങ്ങൾ സൈബർ ഇടങ്ങളിൽ അവർക്കുണ്ട്. ആ സൈബർ ശക്തി കൊണ്ട് ഇതിനെയൊക്കെ അവർ വിചാരിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് പോലും ഗതികെട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഈ ഘട്ടമെത്തി, ഇത് എവിടുന്ന് തുടങ്ങി എന്ന ഘട്ടമെത്തി. അത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വന്നു. ഇപ്പോൾ കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പോലീസ് കൂടുതൽ സമയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ നീട്ടിക്കൊണ്ടുപോകാനേ കഴിയുള്ളൂ. ഞങ്ങളിത് ഓരോ ഘട്ടങ്ങളും കോടതിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും, ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അതുപോലെ തന്നെ പ്രത്യക്ഷമായ സമരം ഉണ്ടാവും. ഒന്ന് കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള സമരമുണ്ട്. അടുത്ത ദിവസം ഈ അധ്യാപകൻ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ബഹുജനങ്ങളുടെ പ്രതിഷേധമുണ്ട്. കാരണം ഇയാളൊന്നും സ്കൂളിൽ പഠിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല. ഇയാളെ പോലെയുള്ള ഒരാളെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം നാട്ടിൽ വർഗീയതക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കാൻ കഴിയുക? അയാളൊക്കെ ആ സ്കൂളിൽ തന്നെ പിരിച്ചുവിടണം. CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന
പല കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വന്നപ്പോൾ മാഷാ നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ചത് വെറുതെ ഒട്ടിച്ചതല്ല. അതുപോലെ തലശ്ശേരിയിൽ ഫസലിനെ കൊന്നിട്ട് അതിൻ്റെ രക്തം ഒരു ടവലിലാക്കിയിട്ട് ഒരു RSSകാരൻ്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി വെച്ചു. വടകരയിൽ തന്നെ BJPയുടെ ബോർഡുകൾ ഒരു മദ്രസയിൽ കൊണ്ടുപോയി വെച്ചു തകർത്തിട്ട്. അപ്പോൾ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി CPM നടത്തുന്ന ശ്രമങ്ങൾ ഇതാദ്യമല്ല. ഇവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. അതിന് നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായാലും കുഴപ്പമില്ല, ആളുകൾ തമ്മിൽ തല്ലി മരിച്ചാലും കുഴപ്പമില്ല, അവരുടെ താല്പര്യങ്ങൾ ജയിക്കണം. ഈ ഇലക്ഷൻ്റെ വടകര അവരുടെ ഒരു പ്രസ്റ്റീജ് ഇലക്ഷനായിരുന്നു. ഇലക്ഷൻ്റെ അവസാനത്തെ മണിക്കൂറിൽ ഇങ്ങനെ ഒരു കാസിമിൻ്റെ പേര് എവിടെ നിന്ന് വന്നു? ഇത് വെറുതെ ഒരു പേജ് ഉണ്ടാക്കിയതല്ലല്ലോ. ഒരു കാസിമിനെ തിരഞ്ഞെടുത്തു, MSFൻ്റെ ഒരു ജില്ലാ ഭാരവാഹിയെ തിരഞ്ഞെടുത്തു, ലീഗിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതിനകത്തൊരു ആസൂത്രണമുണ്ട്. ആ ആസൂത്രണം ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം ചെയ്തതാണ് എന്ന് വിചാരിക്കുന്നില്ല. ഉടനെ ശൈല ടീച്ചർ രംഗത്ത് വരുന്നു. അവർ പിന്നെ സിമ്പതിക്ക് വേണ്ടിയുള്ള ചില വർത്തമാനങ്ങൾ പറയുന്നു. അതുപോലെ CPMൻ്റെ മുൻ MLA ലതിക പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതൊരു ചെയിനായിട്ട് വന്നതാണ്. ഇതിൻ്റെ പിന്നിൽ ആസൂത്രണമുണ്ട്. അപ്പോൾ ഇത് പുറത്തു വരണം. ആരൊക്കെയാണെന്ന് മനസ്സിലായി. പോരാളി ഷാജി ഒരു വഹാബാന്ന് ഇപ്പോൾ മനസ്സിലായി. റെഡ് ബറ്റാലിയൻ, റെഡ് എൻകൗണ്ടർ, ഇതൊക്കെ റെഡാണ്, എല്ലാം റെഡ് ഹാൻഡിലുകളാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ റെഡ് ഹാൻഡിലുകളാണ്. അപ്പോൾ അവരെ റെഡ് ഹാൻഡോടെ പിടികൂടി എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായത്.